വരുന്നുണ്ടാ നിജി അവിടെ നിന്ന് കേറിയിട്ടുണ്ട്. മാറിക്കണം ഈ ഓട്ടം കണ്ട ഈ ഓട്ടം കണ്ട. ഹായ്, നമ്മളപ്പോ എവിടെയാ നിക്കുന്നേന്ന് നോക്കിയേ. നമ്മുടെ ബാക്കിൽ കണ്ട നമ്മുടെ കണ്ണൂര് വിസ്മയ അല്ലെ, വിസ്മയ വാട്ടർ തീം പാർക്കിലാണ് ഉള്ളത്. എല്ലാവരും ഉണ്ട്. എല്ലാരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിഗി ഉണ്ട്, നിഗിന്റെ ചേച്ചി ഉണ്ട്, പിന്നെ അനിയത്തി ഉണ്ട്, അമ്മു, പിന്നെ പിള്ളേഴ്സ് നമ്മുടെ ചോട്ടാസ്. അതാ താഴെ ഒരാളുണ്ട്, അയാളെ പറഞ്ഞില്ലല്ലോ. എന്തിലാ കയറണ്ടേ? കുളിപ്പിച്ചേരണെന്നാ? കുളിപ്പിക്ക് വീട്ടിൽ നിന്ന് കുളിപ്പിച്ചാ പോരെ? അമ്യൂസ്മെന്റ് പാർക്ക് വീട്ടിൽ കൊണ്ടുപോയിക്കണ്ട അവിടെ നിന്ന് കുളിക്കാന്ന്. അപ്പൊ പിള്ളേരൊക്കെ ഫുള്ള് എന്താ പറയണ്ടേ, അടിച്ചു പൊളിക്കാൻ വേണ്ടി തയ്യാറെടുത്തേക്കാണ്. അപ്പൊ എന്തായാലും വിസ്മയിലെ കാഴ്ചകളും അടിച്ചുപൊളിയൊക്കെ ഇന്നത്തെ വീഡിയോ അല്ലേ. ദൈവമേ, ഇതാണ് അവസ്ഥ കേട്ടാ. വെക്കേഷൻ ആയപ്പോ തൊട്ടേ പറയുന്നുണ്ട് പോണെന്ന്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ വിസ്മയന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകണം. എന്നാ പിന്നെ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് നടക്കുക. അതെ, നമ്മുടെ കല്യാണത്തിന്റെ ഔട്ട്ഡോർ ഇവിടെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലേ. ഓർമ്മ പുതുക്കൽ, ഒരു ഓർമ്മ പുതുക്കൽ. എന്നാ പിന്നെ വാ, നടക്ക്. റെഡി കമാൺ. എന്നാ പോയിട്ട് വരാം ഗൈസ്. വിസ്മയിലേക്ക് ഒരു യാത്ര, അതൊരു ഓ അടിപൊളി. പോകുന്നുണ്ടോ? നമ്മുടെ വീഡിയോസ് കാണുന്നവരായിരിക്കും. പുള്ളി ഇങ്ങനെ കൈവച്ച് നിൽക്കുന്ന പോലെ തന്നെ ഇവിടെ നിൽക്കണ്ട എല്ലാരും. വീണക്കല്ല, ഇറങ്ങി വരുമ്പോഴത്തേനും നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. നല്ല മരം, നല്ല രസം, നല്ല തണല്. നിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഓർമ്മയില്ലേ? അഭിനയിച്ച് മരിച്ച സമയമാണല്ലേ അത്. ഇന്നാണ് അഭിനയിക്കാൻ പറയുന്നെങ്കിൽ നിക്ക് നല്ലോണം അഭിനയിച്ചാണ്. അന്ന് അഭിനയിക്കുന്ന സമയത്ത് അടിപൊളി അഭിനയമാണ്. ഞാൻ ഔട്ട്ഡോറിന്റെ ഭാഗം കുറച്ച് കൊടുക്കാട്ടോ. ഇതാ ഈ തൂണുകളൊന്നും നമുക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ തൂണുകൾ കണ്ട, ഈ തൂണുകള് അല്ല എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുള്ള സ്ഥലമാണ്. അതെ, യെസ്. അപ്പൊ എന്തായാലും നമ്മൾ കയറാൻ വേണ്ടി പോയിണ് അല്ലെ. സന്ധ്യയും കൂടി ഉണ്ടാവേണ്ടതായതുണ്ട്. നല്ല കോമഡി ആയിരുന്നു. പക്ഷെ അവർക്ക് പനി മാറിയിട്ടില്ല, അതുകൊണ്ട് വരാഞ്ഞത്. സെന്റർ മോനുണ്ട് കേട്ടോ. ഓ, ഇവരിവിടെ കയറിയ പാടുന്നതാ ഓടിങ് പോകുന്നുണ്ട് കേട്ടാ. ഇതിലേക്കാ ഇഴുകി വീഴുക കേട്ടാ. ഇതുപോലൊരു മഞ്ഞ പൈപ്പല്ലേ, മഞ്ഞ പൈപ്പിനടുത്ത് ഇങ്ങനെ. ഈ മഞ്ഞ പൈപ്പ് ഒരിക്കലും മറക്കൂല. എപ്പോഴും ഇങ്ങനെ ഇത് കാണുമ്പോ നമ്മുടെ കല്യാണ വീഡിയോ ഓർമ്മ. ഒരു നാൾ തരണം വിപണി, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ അല്ലേ. അതിനുശേഷം നമ്മള് ഇപ്പഴാ വരുന്നതെന്ന് തോന്നുന്നു അല്ലെ. ഇപ്പൊ തിരക്കാവോട്ടെ, നമ്മള് ജസ്റ്റ് വീഡിയോ എടുക്കേണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരത്തെ കയറിയതാ. ഇപ്പൊ ഫുൾ ആളാവും അല്ലേ. ഇന്ദ്രന് കറക്റ്റ് ഒരു തവളനെ കിട്ടിയല്ല അല്ലേ. നല്ലൊരു അടിപൊളി തവളനെ കിട്ടിയല്ല ഇന്ദ്രൻ. ഒരുപാട് പേരുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ചേച്ചിമാരൊക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഹായ്, അറിയോ? പിന്നെന്താ അറിയത്തല്ലേ, സ്ഥിരം കാണുന്നതാണല്ലേ. എന്തായാലും സന്തോഷം, നേരിട്ട് കാണാൻ പറ്റിയില്ലേ. അങ്ങോട്ട് നടക്കട്ടെ, ഇനി കാണാം. ഇനി വൈകുന്നേരം വരെ ഉണ്ടല്ലോ. ആ അതാ, ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടാ അല്ലേ. ഇതിലാണ് നമ്മൾ ഞാനും നിക്ക് നടന്നു വരുന്നത്. അടിപൊളി അല്ലേ. അത് നമുക്ക് ഒന്നുകൂടി ഷൂട്ട് ചെയ്താലോ? ഒന്നുകൂടി ഷൂട്ട് ചെയ്താലോ? അത് ഈ ഓട്ടം കണ്ട, ഈ ഓട്ടം കണ്ട, ഇതുപോലെ ഞാൻ നോടിയത് ഇങ്ങനെ പിടിച്ച്. അവൻ കട്ട് ചെയ്യലടി, നീന്ത കട്ട് ചെയ്യുന്നു. അവൻ പറഞ്ഞേ ഇങ്ങനെ കിട്ട്, അവള് ദൂരത്തോട്ട് ഓടി പോകുമ്പോ എത്താത്ത പോലെ ഓടണം പറഞ്ഞു. ഞാനപ്പോ ഇതിങ്ങനെ. അപ്പൊ ആ സ്ഥലമാണ് അല്ലേ ഓർമ്മ. എനിക്കൊണ്ട് 10 വർഷം കഴിഞ്ഞല്ലേ. ഇപ്പൊ വീണ്ടും ആ മാരത്തോൺ. അങ്ങനെ 10 വർഷം ഞാൻ ആ മാരത്തോൺ ഇവളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും ഓടി ഒരിക്കൽ കൂടി. ഇതിലൊക്കെ കളിക്കണ്ടേ? നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാ. ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ്. നിക്ക് ഇതോ മറ്റാണ് മരം നമ്മുടെ. ഈ മരമായിട്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന് വെഡിങ് ആനിവേഴ്സറി ഇവിടെ നിന്ന്. അല്ല, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ല, മറ്റേ ഔട്ട്ഡോർ. അതെ കുലുക്കിയ മരം.
എന്തായാലും ഈ റൈഡിലാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ 4 ആളത് അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ നോക്കണം. അതാ അമ്മും വിപിനെയൊക്കെ അതിൽ കയറിയിട്ടുണ്ട്. ഭൂഗോളം അല്ലേ സ്റ്റാർട്ടായി കഴിഞ്ഞു ഗായ്സ് അല്ലേ. നീക്ക് തല കറങ്ങി ചെറുതായിട്ട്. അവളുടെ മറ്റേ ക്ലച്ച് പോയിരിക്കണം അത് കൂടെ. ഹായ്. ഇത് മിറർ മാജിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെയും കാണാണ്ടാവും. ഏതാ വഴികളൊന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, ഒരു രസമുണ്ട്. നമുക്കും കുറേ പ്രാവശ്യം വഴിയൊക്കെ തെറ്റിപ്പോയി. കുട്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരെ കണ്ടു കേട്ടോ. പ്രത്യേക സന്തോഷമാണ് അത്. അപ്പോൾ എന്തായാലും കാളക്കുട്ടന്മാരെ മേയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും നികിക്ക് നടന്നിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്തേട്ടാ. ഒരു രക്ഷയില്ല. ഞാൻ അവസാനം വെച്ചൊരു കൈ നോക്കാൻ വെച്ചിട്ട് ഞാൻ കയറി നോക്കി. എങ്ങനെയായാലും അതിൻ്റെ മേലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതെങ്ങനെ നമ്മൾ മറിച്ചു കൊള്ളാം. എന്തായാലും ഒരു രസമുണ്ട് കേട്ടോ. അമ്മും ട്രൈ ചെയ്തു. അമ്മും ഒരു രക്ഷയില്ല. കുട്ടികൾക്കുള്ളൊരു ചെറിയ റൈഡാണ് ഇത്. ഇന്ദ്രു ദുർഗയൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അടിച്ച് പൊളിക്കാൻ കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും വെള്ളത്തിലോട്ട് ഇറങ്ങിയേട്ടാ. ഇനിയിപ്പോ രക്ഷയില്ല. ഇനി എങ്ങനെയുണ്ട് വിപിനിയോ? അയ്യോ ഗൈസ്, അപ്പൊ ഞങ്ങളതാ ഇതെന്തെങ്കിലും പേര് ഈ സാധനത്തിൽ കയറിയിട്ടാണല്ലേ അല്ലേ? ട്രെയിൻ എന്തായാലും അതിൽ കയറിയിട്ടാണുള്ളത്. ഇത് പോയിട്ട് മുകളിലോട്ട് വരുന്നുണ്ട് കേട്ടാ. നിജ അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. മാറിക്കണം. അടുത്ത വിപിന ശ്വാസം കിട്ടിയാ? വരുന്ന വിപിൻ നോക്ക്. അപ്പൊ ഗൈസ്, നമ്മളെന്തായാലും വിസ്മയിൽ വന്നിട്ട് അടിച്ചു പൊളിച്ചു. ഒന്നും പറയാനില്ല. ശബ്ദമൊക്കെ പോയി. വെള്ളത്തിൽ കളിച്ച പിന്നെ ഭയങ്കര വിശപ്പ. ഇവിടെയൊക്കെ എല്ലാരും തളർന്ന് വിശന്നു. ദുഃഖെല്ലാം വിശന്നിട്ട് അല്ലേ ഇന്ദ്ര? എന്താ ഇന്ദ്രനൊന്നും പറയാൻ പറ്റുന്നില്ല. ഷവർമ എന്തായാലും വാങ്ങിത്തരാ. വിശന്നിട്ടാണ് കേട്ടോ. എല്ലാരും തളർന്നു പോയി. കളിച്ചറമാന്ന്. എന്തായാലും സൂപ്പർ ആയിരുന്നില്ല? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ കണ്ണൂര് വിസ്മയ കേട്ടാ. അപ്പൊ എന്തായാലും നമ്മൾ അതിൽ മാത്രം കേറിയില്ല അല്ലേ? നമുക്ക് ആകാശത്തോട്ടിൽ നമ്മള് കാരണം നമ്മൾ കയറിയോണ്ട് വിചാരിച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് അടിച്ച് പൊളിക്കാന്ന്. ആകാശത്തോട്ടിൽ മാത്രം കയറിയില്ല. അപ്പോൾ എന്തായാലും സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ? അപ്പോൾ കണ്ണൂർ വിസ്മയിലൊക്കെ ഇനി ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം. മഴക്ക് മുമ്പായിട്ടല്ലേ? നല്ല വരാൻ പറ്റിയ സമയമാണ്. സംഭവം അടിപൊളി. എന്തായാലും പുതിയ കുറേ റൈഡുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ അടിച്ചുപൊളി അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. മുങ്ങാൻ പഠിച്ചല്ലേ? അപ്പോൾ കുറേയൊന്നും വീഡിയോ എടുത്തില്ല. കാരണം മൊബൈലൊക്കെ വെള്ളത്തിലാക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. കുറേ പേരൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങനെ ഒരുപാട് പേരും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്ന ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ. അപ്പോൾ എല്ലാവരോടും കണ്ടു, സംസാരിച്ചു. അതൊക്കെ ഒരു വലിയ സന്തോഷം അല്ലേ? അപ്പൊ അതെ. അപ്പൊ ഈ വീഡിയോ ചിലപ്പോ അവരും കൂടി കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെല്ലാവരും അത് തന്നെ ഞാൻ പറയാൻ വന്ന അവള് പറഞ്ഞത്. അപ്പൊ അത്രയൊക്കെ ഉള്ളു വൈൻഡപ്പ് അല്ലേ? ടാറ്റാ, ബൈ ബൈ.